ഈ വീഡിയോയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വിഷയങ്ങളാണ് നമ്മൾ നോക്കുന്നത്. അതിൽ AI ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വിഷയം. അതായത് ഈ AI ടെക്നോളജി നമ്മൾ ഇതിന് മുമ്പ് തന്നെ നോക്കിയിട്ടുണ്ട്. ഇത് ലാർജ് ലാംഗ്വേജ് മോഡൽ എന്നുള്ളൊരു തലത്തിലാണ് ഇതിപ്പം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതാണ് ഇതിൻ്റെ ഒരു ഇപ്പം നിലവിലുള്ള ഒരു ടോപ്പ് മോസ്റ്റ് ടെക്നോളജി. ഇതിൻ്റെ ഇനിയിപ്പം അടുത്ത ലെവലിലുള്ള അഡ്വാൻസ്ഡ് ടെക്നോളജിയൊക്കെ ഇതിനകത്ത് വരാനിരിക്കുന്നതേ ഉള്ളൂ. പക്ഷേ ഈ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ നമ്മൾ ഇമേജ് ആയിട്ട് ക്രിയേറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ, ഇപ്പോൾ നമുക്ക് വീഡിയോ ക്രിയേറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിലും എല്ലാം തന്നെ പ്രോംപ്റ്റ് കൊടുത്തു കഴിഞ്ഞാലാണ് ക്രിയേറ്റ് ആകുന്നത്. ഈ പ്രോംപ്റ്റ് നമ്മൾ എന്താണ് കൊടുക്കുന്നത്? ലാംഗ്വേജ് ആണ്. നമ്മൾ എഴുതി കൊടുക്കുകയാണ്, ഇന്നത് എനിക്ക് വേണം എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ ഇപ്പം നിലവിൽ ഇപ്പം ഇന്നലെ തൊട്ട് നോക്കിക്കഴിഞ്ഞാൽ ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൽ നടത്തിയിരിക്കുന്ന ഇൻവെസ്റ്റ്മെൻറ്റുകളെല്ലാം തന്നെ ആ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് കമ്പനികൾ കുറച്ച് പിൻവലിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇതിൻ്റെ കാരണം എന്താണ്? അപ്പോൾ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് അന്വേഷിക്കുമ്പോഴത്തേക്കും നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയ സ്റ്റഡി എന്താണെന്ന് പറഞ്ഞാൽ, ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ കമ്പനികളെല്ലാം തന്നെ ഈ സ്റ്റോക്ക് മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്തിരിക്കുന്നുണ്ട്. അതെല്ലാം തന്നെ ഓവർ വാല്യുവേറ്റഡ് ആണ്. ഓവർ വാല്യുവേറ്റഡ് എന്ന് പറയുമ്പോഴത്തേക്കും അതിൻ്റെ ഷെയർ വാല്യൂ കൂട്ടി കാണിക്കുക എന്നുള്ളതാണ്. അത് ഈ പ്രൊജക്റ്റ് ചെയ്തിരിക്കുന്ന രീതിയിലുള്ള ആ ഒരു വോളിയം ഓഫ് റവന്യൂ ജനറേറ്റ് ചെയ്യാൻ കപ്പാസിറ്റി ഇല്ലാത്തൊരു കമ്പനിയാണ്. അതാണ് ഇപ്പോൾ ഈ ഒരു AI ടെക്നോളജിയുമായിട്ട് ബന്ധപ്പെട്ട് ലേറ്റസ്റ്റ് ആയിട്ട് ഡെവലപ്പായി വന്നുകൊണ്ടിരിക്കുന്ന വാർത്ത. ഇതിനെ AI പുൾ ബാക്ക് എന്നാണ് ഇപ്പോൾ വിളിക്കുന്നത്. ഇപ്പോൾ AI ബൂമിങ്ങിൽ ഇരുന്നത് ഇപ്പോൾ AI പുൾ ബാക്ക് ആയിട്ട് മാറിയിരിക്കുകയാണ്. ഈ പുൾ ബാക്ക് എന്ന് പറയുമ്പോഴത്തേക്കും അറിയാമല്ലോ, പിൻവലിക്കുകയാണ് ഈ ഇൻവെസ്റ്റ്മെൻറ്റുകളൊക്കെ. എന്താണ് സംഭവം എന്ന് പറഞ്ഞാൽ, വൻകിട കമ്പനികളൊക്കെ ഈ ഒരു AI ടെക്നോളജിയുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് ലേ ഓഫ് നടത്തിയിരുന്നു. ഈ ലേ ഓഫ്സ് എന്ന് പറയുമ്പോഴത്തേക്കും ജോലിയിൽ നിന്നും ആൾക്കാരെ പിരിച്ചുവിട്ടിരുന്നു. സംഭവം എന്താ വെച്ചാൽ AI ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് ഈസി ആയിട്ട് തന്നെ എളുപ്പത്തിൽ കാര്യങ്ങളൊക്കെ ചെയ്യാൻ കഴിയുന്നു എന്നുള്ളതാണ് അവരുടെ ഒരു ധാരണ. പക്ഷേ ഇതിനകത്ത് ഇപ്പം ലോങ് റണ്ണിൽ ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്ന വിഷയം എന്ന് പറഞ്ഞാൽ, അതായത് AI ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഇപ്പം കണ്ടിന്യൂസ് ആയിട്ട് ഒരു ഇമേജ് ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 10 ഇമേജസ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അടുത്ത് നമ്മളൊരു കമാൻഡ് കൊടുക്കുന്ന സമയത്ത് ഈ 10 ഇമേജസിലുമുള്ള ആ ഒരു വിഷയങ്ങൾ എന്താണോ നമ്മൾ കൊടുത്തത് അതിൽ AI ഇൻഫ്ലുവൻസ് ആകുന്നുണ്ട്. ഇറ്റ് മീൻസ് ഒരു ഹാലൂസിനേഷൻ ഫീൽ കൊടുക്കുന്നുണ്ട്. ഈ 10 ഇമേജുകൾ നമ്മൾ എങ്ങനെയാണോ ജനറേറ്റ് ചെയ്തത് അതുമായിട്ട് ബന്ധപ്പെട്ട ഏതെങ്കിലും തരത്തിലുള്ള ഒരു എസൻസ് ഈ 11ാമത്തെ ഇമേജിൽ AI കൊണ്ടുവരുന്നുണ്ട്. ഇതൊരു ബ്ലണ്ടർ മിസ്റ്റേക്ക് ആണ്. അതുപോലെ തന്നെ പലതവണ റിപ്പീറ്റഡ് ആയിട്ട് നിങ്ങളൊരു ലെറ്റർ ക്രിയേറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ആർട്ടിക്കിൾ എഴുതാനോ എന്തെങ്കിലുമൊക്കെ ഒരു കമൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ 2, 3, 4, 5 പ്രാവശ്യം കഴിയുന്ന സമയത്തേക്ക് ഇതിനകത്ത് മിസ്റ്റേക്കുകൾ വരുന്നതായിട്ടും കണ്ടെത്തിയിട്ടുണ്ട്. ഇപ്പൊ കമ്പനികൾ എത്തിച്ചേർന്നിരിക്കുന്നത് AI മാത്രം ഇൻഡിവിജ്വലായിട്ട് നിലനിർത്തിക്കൊണ്ട് കമ്പനി മുന്നോട്ട് പോകാൻ കഴിയില്ല, അതിനൊരു ഹ്യൂമൻ ഓവർലുക്ക് ആവശ്യമാണ് എന്നുള്ള ഒരു വിലയിരുത്തലിലാണ് ഇപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നത്. അപ്പോൾ ഇതുകൊണ്ട് സംഭവിച്ചെന്ന് പറഞ്ഞാൽ AI തുടക്കകാലത്ത് ഏതാണ്ട് 14% ഗ്ലോബൽ കമ്പനികളിൽ ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ആ ഒരു പാർട്ടിസിപ്പേഷൻ. പക്ഷെ അതിപ്പം 2025 ആകുമ്പോഴത്തേക്കും അതിനകത്ത് 2% കുറവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ 14% എന്നുള്ളത് ഒരു ബൂമിംഗ് സെക്ടർ എന്ന് പറയുമ്പോഴത്തേക്കും വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു ടെക്നോളജി എന്നുള്ള നിലയിൽ അത് മുന്നോട്ട് കുതിച്ച് ചാടി പോകേണ്ടതാണ്. പക്ഷെ ആ സാഹചര്യത്തിൽ ഇത് പിന്നോട്ട് വലിയുന്നതായിട്ടാണ് കാണുന്നത്. കാരണം റീസണബിൾ ആയിട്ടുള്ള റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഇന്നോവേഷൻ അതിനകത്ത് നടക്കുന്നില്ല, അതിനകത്ത് കാലതാമസം ഏർപ്പെടുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇപ്പൊ AI ഏത് ലെവൽ വരെ നിൽക്കുന്നു പറഞ്ഞാൽ ലോ സ്കിൽ എംപ്ലോയ്മെന്റ് എന്ന് പറഞ്ഞാൽ ഓഫീസിൽ പോയിട്ട് രാവിലെ മുതൽ വൈകുന്നേരം വരെ ഒരു 8 മണിക്കൂർ പണിയെടുത്തിട്ട് വരുന്ന ഒരു സാധാരണ ഒരു എംപ്ലോയിയെ സംബന്ധിച്ചിടത്തോളം അവര് ശരിക്കും ഒരു ലെറ്റർ റൈറ്റിംഗ്, അതേപോലെ എന്തെങ്കിലുമൊക്കെ റിക്വസ്റ്റുകൾ ടൈപ്പ് ചെയ്യുക, ഇങ്ങനത്തെ ചെറിയ ചെറിയ വിഷയങ്ങളിലേക്കുള്ള AI യൂസേജ് ആണ് ഇന്ന് ഏറ്റവും കൂടുതലായിട്ട് ഉപയോഗിക്കപ്പെടുന്നത്. ChatGPT പോലത്തെ ഇങ്ങനത്തെ പല മീഡിയത്തിലൂടെ ഇത് നടപ്പിലാക്കപ്പെടുന്നത്. പക്ഷേ മെജോറിറ്റി ഹൈ സ്കിൽ എംപ്ലോയ്മെന്റ് ചെയ്യുന്ന ആൾക്കാരുടെ ഇടയിൽ ഹ്യൂമന്റെ ബ്രെയിൻ ഉപയോഗിച്ചുകൊണ്ട് തലച്ചോറ് ഉപയോഗിച്ചുകൊണ്ട് എടുക്കുന്ന പണിയിൽ 1% പോലും AIക്ക് അവിടെ കോൺട്രിബ്യൂഷൻ കൊടുക്കാൻ കഴിയുന്നില്ല. തീർച്ചയായിട്ടും ഈ ലോ സ്കിൽ എംപ്ലോയിയുടെ ഡേറ്റ വർക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഹൈ സ്കിൽ എംപ്ലോയിക്ക്. പക്ഷേ അതേസമയം ഹൈ സ്കിൽ എംപ്ലോയേഴ്സിൻ്റെ ഇടയിൽ AIയുടെ ഇൻവോൾവ്മെൻറ്റ് വളരെ കുറവാണ്. അതുകൊണ്ടാണ് AIയിൽ ഉണ്ടാകുന്ന ഈ ഒരു സ്ലോ ഗ്രോത്ത്, അതായത് AIയിൽ ഉണ്ടാകുന്ന ഈ ഒരു സ്ലോ ഡെവലപ്മെൻറ്റ് ഇതൊരു പ്രധാനപ്പെട്ട പ്രശ്നമായിട്ട് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഈ ഒരു AI പുൾ ബാക്ക് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് വരും ദിവസങ്ങളിൽ AIയുടെ സ്റ്റോക്കിൽ ഇൻവെസ്റ്റ്മെൻറ്റുകളിൽ ഗണ്യമായ രീതിയിലുള്ള കുറവ് രേഖപ്പെടുത്താനുള്ള സാധ്യതയാണ് കാണുന്നത്. ഇതാണ് ടെക് ലോകത്ത് നിന്ന് വരുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വാർത്ത. ഇനി ഈ വാർത്ത കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ വീടുകളിലുള്ള കുട്ടികൾക്ക് സംഭവിക്കുന്നത് എന്താണെന്ന് പറഞ്ഞാൽ, ഈ AI ടെക്നോളജിയുടെ കടന്നുവരവോടുകൂടി ഈ കാൽക്കുലേറ്റർ വന്ന സമയത്ത് എന്താണ് സംഭവിച്ചത്? എഞ്ചുവടി ഈ ഗുണനപ്പട്ടിക പഠിക്കുന്നത് ഇപ്പോൾ കുട്ടികൾ അങ്ങ് വിട്ടിരിക്കുകയാണ്, തള്ളിക്കളഞ്ഞിരിക്കുകയാണ്. അത് ജസ്റ്റ് ഒരു 3ാം ക്ലാസ്സിലോ 4ാം ക്ലാസ്സിലോ ഒക്കെ ജസ്റ്റ് ഒന്ന് ബൈഹാർട്ടായിട്ട് പഠിച്ചിങ്ങനെ പോകുന്നതിലുപരിയായിട്ട് അതിപ്പോൾ ഉപയോഗിക്കുന്നില്ല. കാരണം എന്താണ്? കാൽക്കുലേറ്റർ ഉണ്ട്, വളരെ എളുപ്പത്തിൽ തന്നെ കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ അതുകൊണ്ട് മാത്തമെറ്റിക്കൽ സ്കിൽ എബിലിറ്റി പെട്ടെന്ന് സ്പോണ്ടേനിയസ് ആയിട്ട് റെസ്പോണ്ട് ചെയ്യാനുള്ള ആ ഒരു കപ്പാസിറ്റി കുട്ടികൾക്ക് കുറവ് രേഖപ്പെടുത്തുന്നതായിട്ടാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പം അതുപോലെ തന്നെ ഇപ്പം അടുത്തൊരു ക്രൈസിസിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് ഈ തലമുറ.
ഈ തലമുറ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു ലെറ്റർ വേണോ, ഒരു ഇമെയിൽ അയക്കണോ, എന്തെങ്കിലും മെസ്സേജ് ടൈപ്പ് ചെയ്യണോ, എന്തെങ്കിലും ക്രിയേറ്റീവ് ആയിട്ടുള്ള ഏതെങ്കിലും തരത്തിൽ വർക്കുകൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഉടനെ AI ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് ChatGPT എഴുതി കൊടുത്ത് പ്രോംപ്റ്റ് എഴുതി സാധനം എടുക്കുകയാണ് റെഡിമെയ്ഡ് ആയിട്ട്. ഇത് ഈ AI ടെക്നോളജി വന്നതോടുകൂടി കുട്ടികളുടെ ലെറ്റർ റൈറ്റിംഗ് സ്കിൽ, റീഡിംഗ് സ്കിൽ, ഇതുപോലെ പല തരത്തിലുള്ള ഈ എഡ്യൂക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട രീതിയിലുള്ള സ്കില്ലുകളിലെല്ലാം ഇവർക്ക് നിർബന്ധമായിട്ടും പഠിച്ചു തന്നെ മുന്നോട്ട് പോകണം എന്നുള്ള ഒരു നിർബന്ധിത അവസ്ഥ ഇല്ലാതായിരിക്കുകയാണ്. അതുകൊണ്ട് ഇപ്പോൾ അവർ വളരെ ഈസിയാണ്. ജസ്റ്റ് പ്രോംപ്റ്റ് ടൈപ്പ് ചെയ്യുക, ലെറ്റർ ആക്കിങ് എടുക്കുക. എന്ത് തരത്തിലുള്ള ഇമെയിൽ എഴുതണമെങ്കിലും ജസ്റ്റ് പ്രോംപ്റ്റ് ഇടുക, ആ ഒരു ഫോർമാറ്റ് ആക്കി കയ്യിൽ കിട്ടും. അപ്പോൾ അതുകൊണ്ട് വളരെ ഈസിയാണ്, എളുപ്പമാണ്. കാര്യങ്ങളൊക്കെ ഓക്കെയാണ്, ഈസിയാണ്, എളുപ്പമാണ്. പക്ഷേ ഇതിനകത്ത് അവരുടെ ബ്രെയിൻ വർക്ക് ഇതിനകത്തില്ല. അതായത് ഒരു 5 വർഷത്തിന് മുമ്പ്, ഒരു 6 വർഷത്തിന് മുമ്പുള്ള ആ ഒരു ജനറേഷൻ എങ്ങനെയാണോ ഇംഗ്ലീഷിൽ ഒരു ലെറ്റർ എഴുതുക, അതിന് എന്തൊക്കെ വേണം, ഗ്രാമർ വേണം, അതിന് പ്രിപ്പോസിഷൻസ് വേണം, അതിന് കോംപ്രിഹെൻസീവ് ആയിട്ടുള്ള വേർഡുകൾ വേണം, അതിന് കൺജങ്ഷൻസ് വേണം. അപ്പോൾ ഈ രീതിയിലുള്ള ഗ്രാമാറ്റിക്കൽ ഇമ്പോർട്ടൻസ് ഒന്നും ഇന്നത്തെ സാഹചര്യത്തിൽ ആവശ്യമില്ല എന്നുള്ള നിലയിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇതുകൊണ്ട് സംഭവിക്കുന്ന പറഞ്ഞാൽ ലാക്ക് ഓഫ് നോളജ്, അതാണ് ഇവിടെ സംഭവിക്കുന്നത്. ഇനിയൊരു സുപ്രഭാതത്തിൽ AI ഫുള്ളി ഡിസ്കണക്റ്റഡ് ആവുകയാണ്. അങ്ങനെയാണെങ്കിൽ മാനുവലി ഈ കുട്ടികൾക്ക് ഒന്നും തന്നെ ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് ഇവർ സ്ട്രക്കായി നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടാകാൻ പോകുന്നത്. അപ്പം ഇങ്ങനെ ലാക്ക് ഓഫ് നോളജ് ഉണ്ടാവാനുള്ള ഒരു കാരണവും കൂടി ആയിത്തീരുന്നു ഈ AI. ഇത് പുതിയതായിട്ടുണ്ടായി വരുന്ന ഒരു എമർജിങ് ടെക്നോളജി ആയതുകൊണ്ട് തന്നെ ഇതിനെ ചൊല്ലി ഈ ലോങ് റണ്ണിലുള്ള പഠനങ്ങളൊക്കെ ഇപ്പോൾ വളരെ കുറവാണ്. അപ്പോൾ അതുകൊണ്ട് ഇനി സ്കൂൾ തലങ്ങളിലേക്ക് ഈ AI ടെക്നോളജി ഉപയോഗിക്കേണ്ടതുണ്ടോ, എത്ര ക്ലാസ് വരെ അല്ലെങ്കിൽ ഏത് പ്രായം വരെ കുട്ടികൾ ഇത് ഉപയോഗിക്കണം, ഏത് പ്രായത്തിൽ ഇത് ഉപയോഗിച്ചുകൂടാ, നിർബന്ധമായിട്ടും സ്കൂളിൽ പോകുന്ന കാലഘട്ടത്തിൽ കുട്ടികൾ ചെയ്യേണ്ട കുറേ വെക്കാബുലറി എക്സസൈസ്, ഇംഗ്ലീഷ് വർക്ക് ബുക്ക്, ഇതേപോലത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് പ്രാക്ടീസ് ചെയ്ത് പ്രോഡക്റ്റിക്കായിട്ടുള്ള ഒരു സ്റ്റുഡൻറ് ലൈഫ് ഉണ്ട്. ആ സ്റ്റുഡൻറ് ലൈഫ് വളരെ വ്യക്തമായിട്ട് കാര്യങ്ങൾ പഠിച്ച് മനസ്സിലാക്കി ആ സ്കൂൾ ലൈഫിൽ നിന്നും പുറത്തു വരികയും അത് കഴിഞ്ഞിട്ടുള്ള ഉപയോഗങ്ങളെ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളതല്ല, അതിന് പെർമിറ്റ് ചെയ്യുക. അപ്പോൾ ഇതിന് കൃത്യമായിട്ടുള്ള ചില റെഗുലേഷൻസ് ഒക്കെ ഉണ്ടാക്കേണ്ടതുണ്ട്. അപ്പോൾ ആ രീതിയിൽ ഒരു കുഴഞ്ഞു മറിഞ്ഞ പരുവത്തിലാണ് ഈ AI ടെക്നോളജി ഇപ്പം നിലവിൽ ആൾക്കാർ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിനെക്കുറിച്ചുള്ള പഠനങ്ങൾ ഇങ്ങനെയാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും നിങ്ങളുടെ വീട്ടിൽ പഠിക്കുന്ന കുട്ടികളുണ്ടാവും. അവരൊക്കെ തന്നെ ഒരു ലെറ്റർ റൈറ്റിംഗ് ആയാൽ തന്നെയും എന്തെങ്കിലുമൊക്കെ സ്കില്ലുകൾ, ഇതേപോലത്തെ ഇംഗ്ലീഷ് ലെറ്റർ റൈറ്റിംഗ്, ഇതേപോലത്തെ വിഷയങ്ങളൊക്കെ കുട്ടികൾ സ്വമേധയാ ചിന്തിച്ച് അവർ തന്നെ എഴുതാനുള്ളൊരു സ്കില്ല് സ്വന്തമായിട്ട് ഡെവലപ്പ് ചെയ്ത് എടുത്തില്ല എന്നുണ്ടെങ്കിൽ AI അവസാനം പണി തരുന്നതായിരിക്കും. അത് ഉറപ്പായിട്ടുള്ള കാര്യമാണ്. AI ടെക്നോളജി വേണം, അതിനെ ഇഗ്നോർ ചെയ്ത് കളയണമെന്നല്ല പറയുന്നത്. പക്ഷേ അതിനോടൊപ്പം നിങ്ങളുടെ ഓൺ നോളജും കൂടി ഇംപ്രൂവ് ചെയ്ത് മുന്നോട്ട് പോകണം എന്നുള്ളതാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങളൊരു ലെറ്ററിന് പ്രോംപ്റ്റ് കൊടുക്കുന്നു, ഒരു ലെറ്റർ കിട്ടി, റിക്വസ്റ്റ് ലെറ്റർ നിങ്ങൾക്ക് കിട്ടി. നിങ്ങൾ വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ അതിലുള്ള മിസ്റ്റേക്ക് നിങ്ങൾക്ക് കണ്ടെത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇംഗ്ലീഷ് നോളജ് ഉണ്ടായിരിക്കണം. അല്ലാന്നുണ്ടെങ്കിൽ ഈ ബ്ലണ്ടർ തെറ്റ്, AI റിപ്പീറ്റ് ചെയ്ത ആ ഒരു തെറ്റ്, ആ തെറ്റോടുകൂടി തന്നെ ഈ കത്ത് നിങ്ങൾ ഹയർ ഒഫീഷ്യൽസ് അഥവാ നിങ്ങളുടെ മേലുദ്യോഗസ്ഥന് നിങ്ങൾ കൈമാറേണ്ടി വരും. അങ്ങനെ കൈമാറുന്ന അവസ്ഥയിൽ പുള്ളിക്കാരൻ അത് കണ്ടെത്തുകയും നിങ്ങൾ ചെയ്ത തെറ്റ് വളരെ വലിയ ബ്ലണ്ടറായിട്ട് അവിടെ ചൂണ്ടിക്കാണിക്കപ്പെടുകയും ചെയ്യും. അങ്ങനെ നിങ്ങളുടെ നോളജ് അവിടെ ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യം അവിടെ രൂപപ്പെടും. AI ടെക്നോളജിയെക്കുറിച്ചുള്ള നിലവിലെ പഠനങ്ങൾ അനുസരിച്ചുള്ള ഒരു റിപ്പോർട്ട് ബേസ്ഡിലാണ് ഈ ഒരു വീഡിയോ ചെയ്തിരിക്കുന്നത്. ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വാർത്തകളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.